നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. രജനീകാന്ത് ഇന്ത്യൻ സിനിമയുടെ ഒരു അദ്ഭുത മാന്ത്രികനാണ്. ലോകത്തിൽ തന്നെ ഗ്യാരണ്ടിയുള്ള ഏക നടൻ. ഇന്ത്യൻ നടന്മാരിൽ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും രജനീകാന്തിന് തന്നെ. അഭിനയത്തിലും സ്റ്റൈലിലും ആക്ഷനിലും പ്രണയത്തിലുമെല്ലാം വ്യക്തമായ ഒരു രജനി സ്റ്റൈലുണ്ട് ഈ താരരാജാവിന്. വളരെ ജനകീയനായ രജനി സിനിമയ്ക്ക് പുറത്ത് ചമയങ്ങളും വിഗും ഒന്നുമില്ലാതെ യാത്ര ചെയ്യുകയും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നത് അദ്ദേഹത്തെ മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. തമിഴ് രാഷ്ട്രീയത്തിൽ സിനിമയ്ക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. MGR തുടങ്ങി ഇളയ ദളപതി വിജയ് വരെ എത്തി നിൽക്കുന്നു തമിഴ് സിനിമ രാഷ്ട്രീയം. പലതവണ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകുമെന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും രജനി അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടില്ല. എങ്കിലും BJPയുടെ ഓരം ചേർന്നാണ് രജനീകാന്തിൻ്റെ യാത്ര. തിയേറ്ററിലെത്തുന്ന ഭൂരിപക്ഷം രജനി ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകൾ തന്നെയാണ്. ചിത്രം പൂർണ്ണ വിജയമായില്ലെങ്കിൽ പോലും രജനി സ്പെഷ്യൽ ആക്ഷൻ സിനിമയുടെ വലിയ ഹൈലൈറ്റായി മാറാറുണ്ട്. ദളപതിയുടെ പുതുചിത്രമാണ് കൂലി. സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ സംഘത്തിലെത്തി എല്ലാവരെയും അടിച്ച് നിരപ്പാക്കുന്ന നായകൻ. തമിഴ് സിനിമയിൽ ഈ രംഗം അത്ര പുതുമ ഉള്ളതൊന്നും അല്ലെങ്കിലും ഇപ്പോൾ പുറത്തിറങ്ങിയ കൂലിയുടെ ടീസർ തമിഴ്നാട്ടിലും കേരളത്തിലും വൻ ഹിറ്റാണ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലോകേഷ് കനകരാജാണ്. ഇരുവരും ഒന്നിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണിത്. ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ, ദുബായ്, US എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്താണ് ചിത്രത്തിൻ്റെ പ്രമേയം. ചിത്രത്തിൽ രജനീകാന്തിൻ്റെ പ്രതിഫലം 250 കോടി രൂപയാണ്. കൂലിക്കായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് മലേഷ്യയിൽ ഉൾപ്പെടെയുള്ള രജനി ഫാൻസ്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.